ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു എഗ് ബ്രെഡ് ടോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും എന്തായാലും ബ്രെഡും മുട്ടയൊക്കെ എപ്പോഴും കാണുന്നൊരു സാധനം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്ക് ആ മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റിയും വ്യത്യാസപ്പെടുത്തണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇവിടെ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചീസ് എടുക്കുകയാണ്. ചീസിനെ ഒന്ന് ജസ്റ്റ് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. അതുപോലെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് സ്ലൈസ് വലിയ സ്ലൈസ് ആണെങ്കിൽ അതിനെ 2ആക്കി മുറിച്ചാൽ മതി. ഞാനിവിടെ ചെറിയ സ്ലൈസ് ആയത് കാരണം 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയെ ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം. സൈഡിൽ നിന്നെല്ലാം ഒന്ന് ജസ്റ്റ് വിടിയിച്ചിട്ട് വേണം മറിച്ചിടാൻ. ഇപ്പോൾ എന്തായാലും മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കെ എടുത്തൊന്ന് മറിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മറിച്ചിട്ട ശേഷം നമുക്കതിൻ്റെ ആ സൈഡിലുള്ള എല്ലാ പോർഷൻസും നമ്മുടെ ആ ബ്രെഡിനുള്ളിലാകുന്ന വിധത്തിൽ ഒന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ മുട്ട ഒത്തിരി വലുതാക്കി ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെറുതായിട്ട് ഒഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയായാലും മതി. ഞാനിപ്പോൾ ഇതേ മുട്ടയുടെ എല്ലാ ഭാഗവും അതിനകത്തേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 പീസായിട്ട് ഒരു ഷീറ്റ് ചീസിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിന് 2 ബ്രെഡിൻ്റെയും പുറത്ത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിന് ഒരു ബ്രെഡിൻ്റെ പുറത്ത് മറ്റേന്ന് വരുന്ന രീതിക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. എങ്കിൽ മാത്രമേ ആ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മടക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലുള്ള ബട്ടറെല്ലാം നന്നായിട്ട് അതിലേക്കൊന്ന് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, തീർന്നു നമ്മൾ ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആ ചൂട് കൊണ്ട് നമ്മുടെ ആ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് നമ്മുടെ ജോലി തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.